നവീന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് മമ്മിക്ക് അറിയാലോ. ഇതാരുടെ തീരുമാനം മമ്മി? നവീനൊപ്പം അവിടെ നടക്കണമെന്നുള്ളത് ആരുടെ തീരുമാനാണെന്നാ ചോദിച്ചേ. മോളെ, അത് മമ്മി വാക്ക് പറഞ്ഞുകൊണ്ട്. എനിക്കൊന്നും കേക്കണ്ട. സത്യത്തിൽ ഞാനിപ്പോ മമ്മിയുടെ മകളാണോ അതോ ശത്രുവാണോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? മമ്മി പറ മമ്മി. മമ്മി എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ എന്ന്. മമ്മി, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറ. മമ്മി, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? സത്യവതി മാഡം അവിടെ ഉണ്ട്, കേട്ടാ കുഴപ്പമാവും. മമ്മി, ഞാൻ മമ്മി പിന്നെ വിളിക്കാം. ഇവിടെ ആകെ പ്രശ്നം. ഹലോ മോളെ. അല്ല, ആരെയും മമ്മീന്ന് വിളിച്ചത്? മമ്മീന്ന് വിളിച്ചല്ലേ സംസാരിച്ചത്? അതെ, സിറ്റിയില് ഞാൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അവരെയാ വിളിച്ചത്. അവരുമായിട്ട് എങ്ങനെയാ ബന്ധം? പരിചയമുണ്ട്, അത്ര തന്നെ. കുറച്ചു മുൻപൊരു ഗസ്റ്റ് വന്നിരുന്നില്ലേ, നവീൻ? അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയെ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. നവീന്റെ ഭാര്യ കൃഷ്ണയെ പോലെ തന്നെയാ. എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ആ സാറിന്റെ ഭാര്യയെ ഞങ്ങളും കണ്ടതല്ലേ, സംസാരിച്ചതല്ലേ. ഇവർ തമ്മിൽ ഒരു സാമ്യവും ഇല്ല. അതെന്നോട് പറയണ്ട, ഞാൻ വ്യക്തമായി കണ്ടതാ. ഇതേ രൂപം തന്നെ അവക്കും. എന്തിനാ രൂപം മാത്രാക്കിയത്? ഞാൻ തന്നെയായിരുന്നു അതെന്ന് അങ്ങ് ഉറപ്പിക്കായിരുന്നില്ലേ? എന്റെ ഒരു രൂപം കാറിൽ കയറി അങ്ങ് പോയി, മറ്റൊരു രൂപം ദേ ഇവിടെ ഇരിക്കുന്നു. കണ്ടോ ചന്തി, അഹങ്കാരം തുടങ്ങിയത് കണ്ടോ? ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ പ്രതികരിക്കാൻ എനിക്കറിയൂ. ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അനാവശ്യമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആവശ്യം അനാവശ്യമൊക്കെ അനിയൻ കുഞ്ഞിനെ കണ്ടതിന് ശേഷമല്ലേ തുടങ്ങിയത്? അതിനു മുൻപ് അലഞ്ഞു നടക്കുമായിരുന്നല്ലോ. അക്കാലം മറക്കണ്ട അമ്മയും മോളും. ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തെങ്കിലും സംശയം തോന്നിയാല്? ഞാനേ കൃഷ്ണയല്ല, ഗാഥ ശ്രീനിവാസ. അവളെപ്പോലെ പേടിത്തൊണ്ടിയായിരിക്കാൻ എന്നെ കിട്ടില്ല. പിന്നെ നവീന്റെ ഒപ്പാണ് മോളുടെ നടപ്പ് അല്ലേ? ഒരുപാട് ദൂരം അങ്ങനെ അവള് നടക്കില്ല. ചിലപ്പോഴേ വഴിയിൽ വെച്ച് അവള് വീണു പോവും. സൂക്ഷിച്ചോളാം പറ മോളോട്.